ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്ക് 2 ദിവസമായിട്ട് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നമ്മുടെ തുളസിയൊക്കെ അങ്ങ് ചെരിഞ്ഞ് വീണു. സൂര്യയുടെ കറക്റ്റ് ചെയ്ത് വെക്കുക. ഭയങ്കര ശക്തിയുള്ള കാറ്റാണ്. ചെടികളൊക്കെ കുറെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഓ, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ട്രിപ്പ് പോവപ്പേ? അവിടെ എത്തുമ്പോഴത്തേനൊക്കെ കുറേന്ന് വിചാരിക്കണം. ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ചാറുന്നുണ്ട്. നമ്മൾക്ക് ഇന്ന് ഒരു ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അച്ഛന് വെക്കേഷൻ ആയ കാരണം കൊണ്ട് ഇന്ന് ഒരു 1 ഡേ ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. നമുക്ക് പോയിട്ട് വരാം. കട ഇളകി എൻ്റെ ഇതൊക്കെ അങ്ങ് ടൈറ്റാക്കി വെച്ച കാരണം കൊണ്ട് അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പപ്പായ തൈ വീണു. എന്താ അയ്യോ, നമ്മുടെ പപ്പായ തൈ ഒക്കെ പറഞ്ഞു പോയിട്ടോ. നമ്മളോട് വിളിച്ചപ്പേ പള്ളിയിൽ നിന്ന് ലേലം വിളിച്ചത്. മറ്റേ വളമൊക്കെ ഇട്ടിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം ഇനി വിന്റർ കഴിഞ്ഞിട്ട് കാറ്റടിച്ചിട്ട് പൊഴിയുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എവിടേക്ക് പോണേന്നറിയോ? ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് റഗ്ലൻ. അതൊരു ഹാമിൽട്ടന്റെ ഒരു സൈഡാണ് കേട്ടോ. ഒരു 2.25 മണിക്കൂറിന്റെ ഒരു യാത്രയുണ്ട് നമ്മുടെ ഓക്ലൻഡിൽ നിന്ന്. ഇവിടെ നിന്ന് ഞാനൊരു 3 സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് പോകണം. ഒന്ന് റഗ്ലൻ ടൗൺ ആണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയണത്. ഒരു ലേക്കിനോട് ചേർന്നിട്ടാണ് ആ ഒരു ടൗൺ വരുന്നത്. പിന്നെ ബ്രൈഡൽ വെയിൽ ഫോൾസ്. ചിലപ്പോൾ അതിന്റെ പേര് പോലെ തന്നെ ആയിരിക്കും. ബ്രൈഡൽ വെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം സുജിത? നമ്മുടെ കല്യാണത്തിന് പെണ്ണുങ്ങൾ ഇങ്ങനെ നെച്ചില്ല ഇങ്ങനെ, അതുപോലെ എത്ര വാട്ടർ ഫോൾസ് കാണാനായിട്ട്. അപ്പൊ അത് നന്നായിട്ട് ബീച്ചിന്റെ പേര് കേട്ടോ. അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അത്ര കാണാനായിട്ട്. ആ ഒരു ബീച്ചും അതിന്റെ സൈഡിലുള്ള ഫുള്ള് ഇങ്ങനെ നല്ല പച്ചപ്പും കുന്നുകളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരാം അല്ലേ? എന്റെ കറി കിടന്ന് തിളക്കാണ് അടുപ്പത്. നമുക്ക് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോകാം. കാരണം അത് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഉള്ളേരിയാണ്. അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അച്ഛനെ വിളിക്കട്ടെ. Save for last. I think yours will be saved for last. Okay, we'll save that one for the last. We'll have a look at some of these other ones. We'll not show that one first. Editor probably did show that one first. Alright, then you've got a huge RC prop gun. It looks like a monkey, like in a red hard hat with like huge ears. This one, oh no, that's not me, that's Tyler. That's his username. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. നമുക്ക് ബന്നും ചിക്കൻ കറിയാണ്. അമ്മാളി പെണ്ണ് ഓൾറെഡി കഴിച്ചു. അച്ഛാ തരട്ടെ? എനിക്ക് വയർ കത്തിട്ട് മതിയായിട്ട് വയ്യ കഴിക്കാൻ വേണ്ടിട്ടേ. അമ്മാളി പെണ്ണ് നോക്ക. എനിക്കൊന്നും തരണ കാണാനില്ലല്ലോ. ഇവര് ചിക്കനൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. പെണ്ണിനൊരു കഷ്ണം ബെന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല ചൂട് ചായ ഉണ്ട്. നല്ല മഴയുള്ള ദിവസം തോന്നുന്നല്ലേ? പക്ഷെ ഇപ്പം ഇച്ചിരി കുറഞ്ഞു കേട്ടോ. ചാറലുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ. നല്ല രസമാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ ഒരു ഡ്രൈവ്. നല്ല തണുപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇത്തിരി നേരം വൈകില്ല ഇറങ്ങാൻ സുഖിട്ടാ. ശരിക്കൊരു 6 മണിക്കൊക്കെ പുലർച്ചെ
ഇറങ്ങണായിരുന്നു, പക്ഷെ എണീറ്റതേ എപ്പോഴാ. അച്ഛനാ അമ്മാളേ വെറുതെ ആയില്ല എത്ര ദൂരം വന്നു അടി ഓടിച്ചു വന്നിട്ടാ. കാണാനുള്ള ലോകാണ്. അമ്മാളേ പെണ്ണിന് ഇഷ്ടായ ഇതാ കടലിന്റെ നടുക്ക് കൂടെ ഒരു പാലം. അതിന് മോതോക്കിടി minutes to walk. 10 മിനിറ്റ് ഉള്ളൂ അപ്പേ. അതെ, അതൊരു ദൂരല്ല. മടിയ അച്ഛൻ ഫോട്ടോ സ്റ്റിക്കർ ആണോ ചോദിച്ചു. വല്ലാത്തൊരു വഴിയാണല്ലോ അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും കാടിന്റെ ഉള്ളിൽ കൂടെ പോവാ. പാമ്പിലേറെ അപ്പ എനിക്ക് എനിക്ക് പേടിയോ കൊണ്ട് കേട്ടോ ഈ വഴി കൂടെ പോവാൻ. ആൾക്കാരൊക്കെ ഉണ്ട്, കൊറേ കാറൊക്കെ എടുക്കണ്ടല്ലോ. ഫോറസ്റ്റ് ആണല്ലേ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. അതെ, ഇവിടുത്തെ ഗവൺമെന്റ് ഇത് കാണണമെങ്കിൽ ഇവിടേക്ക് ഇതിൽ പൊല്യൂഷൻ ആഡ് ചെയ്തോട്ടാ. എനിക്ക് പേടിയാവുന്നുണ്ടോ? അങ്ങനെ വ്യൂ പോയിന്റ് എത്തി. അല്ല, ഇവിടെ വാട്ടർഫോൾസ് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഒരു കാടിന്റെ ഉള്ളിൽ 1 മിനിറ്റ് ഇവിടെ ഇല്ലേ വാട്ടർഫോൾ ഒന്നും കാണുന്നില്ലല്ലോ. ആണോ? ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, സൗണ്ട് ഉണ്ട്, സൗണ്ട് ഉണ്ട്. ആ
ഒരു മിനിറ്റ് ഓ ഒറ്റയ്ക്കൊന്നും ആരും വരില്ല നോട്ടില്ല ഇങ്ങോട്ട്. എവിടെയാടാ അച്ചു വെള്ളം? അച്ചു എനിക്ക് പേടിയാവുന്നൂടെ. വെള്ളം പോകുന്നു എനിക്ക് കാണുന്നില്ല. പക്ഷെ എന്തൊരു ഹൈറ്റിൽ നിൽക്കണം നമ്മളല്ലേ. എവിടേക്കപ്പേ? ആ താഴെല്ലേ പല വ്യൂ പോയിന്റ് എന്ന് പറയണേ. മറിയച്ചു നമ്മളൊന്ന് വീഡിയോ എടുക്കട്ടെ. അവിടെ നിന്ന് കാണോ വെള്ളം ചാടുന്നു. കൈ തട്ടല്ലേ, എനിക്ക് പേടിയാവുന്നത്. ഞാൻ വിറച്ചെടുക്കുന്നേ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഒരു ഫാമിലിനെ കണ്ടു. അപ്പോഴെനിക്ക് ശ്വാസം നേരെ വീണേ. ഓ വല്ലാത്തൊരു സ്ഥലമല്ലേ, ഭയങ്കര ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്ക് വരണത്. ആണോ? ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നത് നല്ലതല്ലേ സൂചേട്ടാ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഒന്ന് വിളിക്കാനായിട്ട് ഇവിടെ ഫോണിന് റേഞ്ച് ഇല്ല, ഒന്നും കാണിക്കുന്നില്ല, സിഗ്നൽ ഇല്ല, നെറ്റ് ഇല്ല, ഒന്നുമില്ല. ഓ ഇത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ താഴത്തേക്ക് അങ്ങ് വെള്ളം ആവുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇങ്ങനെ സ്പ്രേ പോലെ. സൂപ്പറാണ് കേട്ടോ. എനിക്ക് നമ്മൾ അന്ന് പോയതിനേക്കാളും നല്ലൊരു വ്യൂ ആ തോന്നണേ. ഇത് അടിപൊളിയാ. മസ്റ്റ് വിസിറ്റ് ആണ്. മസ്റ്റ് വിസിറ്റ് ആണല്ലോ സൂചിട്ടാ. നല്ല അടിപൊളിയാ. നോക്കി ആ പകുതിക്ക് എത്തുമ്പോ എന്നെ ഇങ്ങനെ സ്പ്രേ തുറച്ച് പോകുന്നല്ലേ, ഇങ്ങനെ പോകുന്നല്ലേ വാട്ടർ. അടിപൊളിയാണ്. ഇതിന് പല സ്ഥലത്തു നിന്നാട്ടോ വ്യൂ പോയിന്റ് ഒരു ഒരെണ്ണം ആ ഒരു സൈഡിൽ നിന്ന്, പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് കാണാം, പിന്നെ താഴെ നിന്നും കൂടി ഉണ്ട്. അടിപൊളിയാണ്. ഇതിലിങ്ങനെ തന്നെ നോർമൽ എടുക്കുമ്പോഴേ സ്ലോ മോഷനിൽ വരുന്നു വെള്ളം. ലഞ്ച് ടൈമായി. നമുക്കിനി ലഞ്ച് കഴിക്കാം. ഓൾറെഡി ഇപ്പോൾ 2:30 ആയിട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടങ്ങാം. ഇങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് ഒരു തരി ചോറ് കിട്ടിയ സമാധാനം. ഈ പരിസരത്തൊന്നും ഒരു കട പോലും കാണുന്നില്ല. നമ്മള് കണ്ടേയില്ല ഒരു കട പോലും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ പിള്ളേരൊക്കെ കൊണ്ടുപോകുമ്പോഴേ ഇച്ചിരി ഫുഡ് കൈ പിടിച്ചു കഴിഞ്ഞാൽ വിശക്കുമ്പോ കഴിക്കാം. നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഇച്ചിരി റൈസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൈ പിടിക്കും. കാരണം നമുക്ക് ശീലമായി കടകളൊന്നും ആവശ്യം നേരത്ത്. നമ്മുടെ മൂക്കന്നെ മാമോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ അച്ചൂസിന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് അങ്ങ് കളിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവനങ്ങ് ആർമാദിക്കട്ടെ. വെള്ളത്തിലേക്ക് ഇറക്കി വിടാൻ പോവാ. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ.
ഭയങ്കര ഒരു ഇറക്കാണ് കേട്ടോ അങ്ങോട്ട്. ഇറങ്ങാൻ കുഴപ്പമില്ല, തിരിച്ചങ്ങ് കയറുമ്പോഴത്തേനും വയ്യാണ്ടാവും.